നമ്മളിൽ പലരും പലപ്പോഴും ചിതറിപ്പോയ മനസ്സോടുകൂടിയാണ് ജീവിക്കുന്നത്. നമ്മുടെ ശരീരം ഒരിടത്തും മനസ്സ് മറ്റൊരിടത്തും ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പല ഇടത്തായിരിക്കും. ആ സമയത്ത് ശരീരവും മനസ്സും ശാന്തമാവില്ല. എവിടെയാണോ നമ്മുടെ ശരീരമുള്ളത്, എന്താണോ നമ്മൾ ചെയ്യുന്നത്, അറിയുന്നത്, അനുഭവിക്കുന്നത്, അതിലേക്ക് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും കൊണ്ടുവരാൻ ആവണം. നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഈ നിമിഷത്തിൽ ആകണം. ഈ നിമിഷത്തിൽ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ അവിടെ കഴിഞ്ഞ കാലവും ഭാവി കാലവും വന്ന് ശല്യപ്പെടുത്തി നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കും. അതുണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം വേദനയായിട്ട് മാറും, ഭാരമായിട്ട് തീരും. അപ്പോൾ പൂർണ്ണമായും നമ്മൾ നമ്മുടെ മനസ്സിനെ കേൾക്കണം. ആ മനസ്സിനെ ശ്രദ്ധിക്കണം. എവിടെയാണ് എൻ്റെ മനസ്സ് ഇപ്പോൾ ഉള്ളത്? ആ ഒരു ശ്രദ്ധ ഉണ്ടാകുമ്പോൾ തന്നെ മനസ്സ് നമ്മുടെ അരികിലേക്ക് വന്നു. ആ അരികിലേക്ക് വരുമ്പോൾ ആ മനസ്സിൻ്റെ അതിൻ്റെ ആ ഒരു സുഗന്ധം, ശാന്തി നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അതിന് പൂർണ്ണമായിട്ടും നമ്മളെ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കുക. നമ്മൾ ഉണരുമ്പോൾ ഉണരുകയാണെന്നുള്ള ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നടക്കുമ്പോൾ നടക്കുകയാണെന്നുള്ള ആ ഒരു ബോധം, ഇരിക്കുമ്പോൾ ഇരിക്കുകയാണെന്നുള്ള ആ ഒരു ബോധം, ഈ ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ, പൂർണ്ണമായ ഒരു ശ്രദ്ധ അതിനോട് ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് നമുക്കൊപ്പമാണ്. അത് അലഞ്ഞ് തിരിയില്ല. ചെറിയ രീതിയിൽ ആ ഒരു ശ്രദ്ധ കൊടുക്കുമ്പം തന്നെ മനസ്സിന് അതിൻ്റെ ആ ഉറവിടത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയും. ആ ഉറവിടമെന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ പ്രകൃതമാണ്. മനസ്സിൻ്റെ യഥാർത്ഥ പ്രകൃതം എന്ന് പറയുന്നത് ശാന്തതയാണ്, സ്നേഹമാണ്, കരുണയാണ്. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത് മനസ്സ് ഒരിടത്തും ശരീരം മറ്റൊരിടത്തും ആയതുകൊണ്ടാണ്. മനസ്സിനെ പൂർണ്ണമായിട്ടും നമുക്കൊപ്പം ചേർത്ത് നിർത്തുകയാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ, ആ മനസ്സ് ആഴത്തിലുള്ള ഒരു ശാന്തതയാണ് നൽകുക. ആ മനസ്സിനെ ശാന്തമാക്കാനുള്ള ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, എന്താണോ നമ്മളിപ്പോൾ കേൾക്കുന്നത്, അറിയുന്നത്, അനുഭവിക്കുന്നത്, അതിൽ പൂർണ്ണ ശ്രദ്ധയുണ്ടാവുക. ഇനി അങ്ങനെ ശ്രദ്ധ വയ്ക്കുമ്പോൾ മനസ്സ് മറ്റൊരിടത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ, ആ പോകുന്ന മനസ്സിനെ നമ്മൾ അറിയുക. ആ മനസ്സിനോട് ആ ഒരു ശ്രദ്ധ ഉണ്ടാകുമ്പം തന്നെ മനസ്സ് ഈ നിമിഷത്തിലേക്ക് വന്നു. നമ്മളിന് ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ, യാത്രയിൽ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ചുറ്റും പല ശബ്ദങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മനസ്സ് ആ കാഴ്ചകളിലുണ്ടോ, ശബ്ദങ്ങളിലുണ്ടോ എന്ന് ശ്രദ്ധിക്കണം.
ആ കാഴ്ചകളിലും ആ ശബ്ദങ്ങളിലും പൂർണ്ണ ശ്രദ്ധ നമ്മളിൽ നിന്ന് ഉണ്ടാവുമ്പോൾ അപ്പോഴും മനസ്സ് ശാന്തമാണ്. ഇനി ആ മനസ്സ് ഇതെല്ലാം ചെയ്യുമ്പോഴും കാണുമ്പോഴും മറ്റൊരിടത്തേക്കാണ് പോകുന്നതെങ്കിൽ ആ പോകുന്ന മനസ്സിനെ ഒന്ന് ശ്രദ്ധിക്കുമ്പം തന്നെ മനസ്സ് നമുക്ക് അരികിലെത്തി. ജീവിതത്തിൽ എന്ത് നേടണമെങ്കിലും ശരിയായ രീതിയിലുള്ള പരിശീലനം നമുക്ക് വേണം. അതേപോലെ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കണമെങ്കിൽ, ശാന്തമാക്കണമെങ്കിൽ ചെറുതായുള്ള ആ ഒരു പരിശീലനം നമുക്ക് നമ്മളോട് വേണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് വേണ്ടത് ശാന്തതയാണ്. ഈ ഒരു ശാന്തത നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും, അവസ്ഥകൾ എന്തു തന്നെയായാലും അതിലൂടെ നമ്മൾ കടന്നു പോകാൻ കഴിയും. അവിടെ ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ അതിനെയൊന്നും നമുക്ക് സ്പർശിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും. ഇനി വേദന ഉണ്ടാകുമ്പോഴും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോഴും ആ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് ആഴത്തിൽ നിരീക്ഷിക്കുമ്പോൾ തന്നെ മനസ്സ് ശാന്തതയിൽ നിറയും. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം.